ഇന്നത്തെ ഈ കരിയർ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. നമുക്കറിയാം കരിയറിനെ പറ്റി നമ്മുടെ നാട്ടില് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നിലവിലുള്ളത്. എന്താണ് ഒരാളുടെ കരിയർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് ആണ് റിയലിസ്റ്റിക് ആയിട്ട് അയാളുടെ കരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഏത് മേഖലയിലാണ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? കൺവെൻഷനലി നമ്മുടെ നാട്ടിലെ കരിയറിന്റെ ഫോർമേഷൻ നടക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില സാധ്യതകളുണ്ട്. ഒന്നാമത്തത് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് ആണ്. ഓരോ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ പാരന്റ്സിന് ചില അമിത പ്രതീക്ഷകളുണ്ട്. ഞാൻ അമിത എന്ന വാക്ക് ഡെലിബറേറ്റ്ലി ഉപയോഗിച്ചതാണ്. ചിലർക്ക് ന്യായമായിട്ടുള്ള പ്രതീക്ഷകളാണ്, പക്ഷെ ഭൂരിഭാഗം മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ സംബന്ധിച്ച് അമിത പ്രതീക്ഷകളാണ്. ആ അമിത പ്രതീക്ഷകൾക്ക് അവർ കണ്ടെത്തുന്ന കുറെ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നാട്ടിലെ പള്ളി പെരുന്നാളിന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് കുട്ടിയെ കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന അമ്പലത്തിൽ പോകുന്ന കുട്ടിയുടെ അമ്മ അവിടെ ടോയ്സ് കുട്ടി നാളെ കണ്ടു. അയാളുടെ കയ്യിൽ സ്റ്റെറസ്കോപ്പ് 3 വയസ്സുള്ള കുട്ടി വേണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. അമ്മ ഒരു 20 രൂപ കൊടുത്ത് പ്ലാസ്റ്റിക്കിന്റെ കളിക്കോപ്പായിട്ടുള്ള ടോയ് ആയിട്ടുള്ള സ്റ്റെറസ്കോപ്പ് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു. ആ സ്റ്റെറസ്കോപ്പ് കൊണ്ടുവന്ന് കുട്ടിയുടെ അച്ഛനെ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛന്റെ ചാച്ചനെയൊക്കെ ഒന്ന് പരിശോധിച്ചു. ഇത് കണ്ട് കുട്ടിയുടെ അമ്മ നിർവൃതി അടഞ്ഞു. നിർവൃതി അടഞ്ഞു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ വലുതാവുമ്പോൾ ഒരു ഡോക്ടറാണ്. 3 വയസ്സുള്ള തന്റെ കുട്ടി ഒരു ടോയ് സ്റ്റെറസ്കോപ്പ് ഉപയോഗിക്കുന്നത് കണ്ട് ആ പ്രാവീണ്യം മനസ്സിലാക്കി അമ്മയും അച്ഛനും പലപ്പോഴും തീരുമാനിക്കുന്നു തന്റെ കുട്ടി അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടി വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആകും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകും. ഇവിടെ പുത്രൻ അല്ലെങ്കിൽ മകള് 10ാം ക്ലാസ് പാസ്സാകാൻ കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ +2 ഫിസിക്സ് കെമിസ്ട്രി പാസ്സാവാൻ ബയോളജി പാസ്സാകാൻ കഷ്ടപ്പെടുക. ഇപ്പോഴും പല പാരന്റ്സിന്റെയും എക്സ്പെക്ടേഷൻ തങ്ങളുടെ മക്കൾ ഏറ്റവും മികവുറ്റ കരിയർ ഡോക്ടർ എന്ന് പറയുന്ന കരിയർ എൻഗേജ് ചെയ്യുന്നതാണ്. ഏത് കുട്ടിയുടെ കയ്യിലൊരു വായിക്കാറ് കിട്ടിയത് കുറച്ചു നേരം ഒരു പുതുമയൊക്കെ നഷ്ടപ്പെടുന്നത് വരെ കുട്ടി അതിനോട് കളിക്കും. കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അത് പൊളിക്കാൻ ശ്രമിക്കും, അതായത് ആ ടോയ്ക്കാർ പൊളിക്കാൻ ശ്രമിക്കും. ഇന്നേ ഒരു കുട്ടിക്കും റിഫിറ്റ് ചെയ്യാൻ ആഗ്രഹത്തിലാണ് ടോയ്ക്കാർ പൊളിക്കുന്നുണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നേ ഒരു കുട്ടിയും അത് പൊളിച്ചതിന് ശേഷം അതേ പാർട്സ് ഉപയോഗിച്ച് ആ ടോയ്ക്കാർ റീഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുന്ന കുട്ടിയുടെ പാരന്റ് പറയുകയാണ് എന്റെ മകൾ വലുതാവും വലിയൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവും. അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ അത്യാവശ്യം ടെക്നിക്കൽ സ്കില്ലുള്ള കുട്ടികളാണ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫുട്ടേജ് ഷൂട്ട് ചെയ്യുക, സൗണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ AI ടൂള് ഉപയോഗിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ കണ്ട് നമ്മുടെ പാരന്റ്സ് പലപ്പോഴും പറയാറ് എന്റെ കുട്ടി വലുതാകുമ്പോൾ സോഫ്റ്റ്വെയർ AI ഭയങ്കര റവല്യൂഷൻ ഉണ്ടാക്കുന്ന മകളാവും മകനാവും. ഞാൻ പറഞ്ഞു വന്നത് ഇത് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ മാത്രമാണ്. അപ്പോ കരിയർ ഡിഫൈൻ ചെയ്യുന്നതിന് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവിടെയും അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ഏത് മേഖലയിലാണ് ഇത് കണ്ടെത്തുക എന്നത്. അത് ഏറ്റവും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് അധ്യാപകരാണ്. അത് LP ക്ലാസ് മുതൽ തന്നെ കുട്ടിയുടെ ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. UP ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചുകൂടി ഫ്ലറിഷ്ഡ് ആവും. ഈ ഹൈസ്കൂൾ ക്ലാസ്സുകൾ എത്തുമ്പോൾ കുട്ടി കുറെ കൂടി ഒതന്റിക് ആവും. +1 +2 ക്ലാസ്സുകളൊക്കെ എത്തുമ്പോൾ കുട്ടിയെ കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഏതാണ് കുട്ടിയുടെ കരിയർ എന്നുള്ളത് കുട്ടിയെ കൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ ഐഡന്റിഫൈ ചെയ്ത കരിയർ തന്നെയാണ് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി ഗുഡ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദെയർ പാരന്റ്സ് എക്സ്പെക്ടേഷൻ. അത് വലിയൊരു പ്രോബ്ലമാണ്. രണ്ടാമത്തേത് കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ് ആണ്. ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള സ്ഥലത്തോളം ഫാമിലി സ്റ്റാറ്റസിന് വലിയ ഒരു പ്രൂഡൻസ് നോക്കുന്നു. എന്നാൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള അർബനൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ അധ്യാപകരാണ്, ഞങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും അധ്യാപകരാണ്, ഞങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്, ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, അഡ്വക്കേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബാങ്കിലെ ആളുകളാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആണ്, ഞങ്ങളുടെ മക്കൾ അതേ സ്റ്റാറ്റസ് കോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം പറയാം. ഇത് പക്ഷെ ഗ്രാമീണ അന്തരീക്ഷം എന്ന് പറയാറില്ല. കാരണം അവിടെ ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇപ്പൊ എന്റെ ഫാദറൊക്കെ കൃഷിക്കാരാണ്. അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ മക്കള് ഒരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഡെയിലി വേജിന് ജോലിക്ക് പോകുന്ന ഒരു പാരന്റ് ഒരിക്കലും തന്റെ കുട്ടി ഡെയിലി വേജിന് ജോലിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാള് തന്റെ മക്കള് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു കാറ്റഗറി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വിച്ച് മീൻസ്
ഫാമിലി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അത് ഞാൻ എക്സ്ക്ലൂസീവ്ലി ഒരു ടീം, അവിടെയും ഞാൻ പറയണം, നിങ്ങൾ വെറുതെ കമ്മ്യൂണിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഒരു 7 തലമുറ ഒരേ സ്റ്റാറ്റസോ മെയിൻറ്റെയിൻ ചെയ്ത കമ്മ്യൂണിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് പോലും, 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഒരേ സ്റ്റാറ്റസോ 7 തലമുറ മെയിൻറ്റെയിൻ ചെയ്ത കമ്മ്യൂണിറ്റി. ഇറ്റ് മീൻസ് പ്ലീസ് ഡോണ്ട് ഗോ ബിഫോർ യുവർ ഫാമിലി സ്റ്റാറ്റസ്. അതായത് കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ് ഇവിടെ ഒരു ഘടകമല്ല. ഒരുപക്ഷെ കുട്ടി സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരിക്കാം, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കാം, ഉന്നതമായിട്ടുള്ള ജോലി സാധ്യതയുള്ള പാരന്റ്സിന് മക്കളായിരിക്കാം. പക്ഷെ കുട്ടിയുടെ പഠനവും കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത് ഫാമിലി സ്റ്റാറ്റസ്. നോ പർട്ടിക്കുലർ. മൂന്നാമത്തേത് ചില പാരന്റ്സിന്റെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വപ്നങ്ങളാണ്. നല്ല മക്കൾ ആരാകണമെന്നെ സംബന്ധിച്ച് ചില പാരന്റ്സിന് മക്കളെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ചില സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ രൂപപ്പെടുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അവർ അവരുടെ ചെറുപ്പത്തിൽ ആകാൻ ആഗ്രഹിച്ച് അവർക്ക് ആകാൻ പറ്റാതെ പോയ പ്രൊഫഷൻ, അല്ലെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള. ഡേസൻ സർ ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ സാറ്? ഇപ്പം ലാപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രസന്റേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്തോളൂ. പാരലലി നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ലോഗിൻ ചെയ്യല്ല, ജസ്റ്റ് ഞാൻ അയച്ചെന്ന് മീറ്റിംഗ് ആയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ കയറിക്കോളും. എന്നിട്ട് ക്ലാസ് എടുക്കുന്നത് അൽമിൻ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല. മൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഡിസ്റ്റർബൻസ് കൂടി വന്ന പോലെ ആണ് അവരും പറഞ്ഞു. എനിക്ക് മാത്രം തോന്നിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് പലരും പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് വേണ്ടത് മൊബൈലിൽ കയറിയാലും മതി. അപ്പൊ ഈ സൗണ്ട് മൊബൈലിൽ നിന്ന് വന്നോളൂ. പിന്നെ ഹൗളിംഗ് വരാതിരിക്കാൻ വേണ്ടി മൈക്കിന്റെ ലാപ്പിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്താൽ മതി. ലാപ്പ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ നമ്മുടെ സാർ ഇപ്പൊ മെയിൻലി പ്രസന്റേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലാപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡേയ്സിന്റെ അടുത്ത് ഡേസൻ സാറ് ഇപ്പൊ പറയുന്നത് ക്ലിയർ ആണ്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണ്. ഡേസൻ ഇപ്പൊ അത് മൊബൈലിൽ നിന്നാണോ ഇത്? അല്ലല്ല, ഞാന് മറ്റേ ലീഫ് മാറ്റിയിട്ട് ഇത് കുത്തിയതാണ്. വെരി ഗുഡ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇപ്പൊ വളരെയധികം ക്ലിയർ ആണ്. വീഡിയോ കൂടി ഒന്ന് ഓൺ ആക്കി നോക്കി. ഞാൻ ചോദിച്ചത് വീഡിയോന് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട്. യെസ് വെരി ഗുഡ്. ക്ലിയർ ആണ്, വേറെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, പ്രസന്റേഷൻ ഷെയർ ചെയ്യാനും കുഴപ്പമുണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ നോക്കി നോക്കാം. ഓക്കെ, കാണുന്നില്ലേ? പ്രസന്റേഷൻ കാണുന്നില്ലേ? യെസ്, ഇപ്പൊ കാണാം. മറ്റേ കാണാം. ക്ലിയർ അല്ലേ? ശബ്ദം ക്ലിയർ ആണ്, പ്രസന്റേഷൻ ക്ലിയർ ആണ്, വേറെ കൺഫ്യൂഷൻസ് ഇല്ല? വളരെയധികം ക്ലിയർ ആണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ചില പാരന്റ്സ് ഒരു മിനിറ്റ്, ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം പലരും വീട്ടിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു സൗകര്യാർത്ഥം, ഇതിന്റെ ഒരു അച്ചടക്കത്തിന് വേണ്ടി ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ്
ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്യാം, പറ്റും, കുഴപ്പമില്ല. ഓക്കെ. ഡേയ്സ അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. റീസ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു. ക്ലിയർ ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകൾ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മുടെ കുട്ടികളുടെ കരിയർ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അവർ ഫോളോ ചെയ്യുന്ന ചില മെത്തഡോളജികളാണ്. ഏറ്റവും അവസാനം പറയുന്നത് പേഴ്സണലൈസ്ഡ് ഡ്രീം ഓഫ് അവർ പാരന്റ്സ് ആണ്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ അവരെ പറ്റി വലിയ സ്വപ്നങ്ങളുണ്ട്. നേരത്തെ പ്രതീക്ഷകളെ പറ്റി പറഞ്ഞു. സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അവർ അവരുടെ ചെറുപ്പത്തിൽ അവരാകാൻ ആഗ്രഹിച്ച് അവർക്ക് ആകാൻ പറ്റാതെ പോയൊരു പ്രൊഫഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് തൃശ്ശൂർ ജില്ലയുടെ കളക്ടർ ആകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിർഭാഗ്യവശാൽ എനിക്കതിന് സാധിച്ചില്ല. ഞാൻ ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, എൻ്റെ മകനെ വലുതാകുമ്പോൾ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ മകളെ വലുതാകുമ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയുടെ കളക്ടർ ആക്കിയിട്ട് മാറ്റും. ദാറ്റ്സ് മൈ ഡ്രീം. അത്തരം ഒരു ഡ്രീം ഫോളോ ചെയ്യാൻ നമ്മുടെ കുട്ടിക്ക് ഒരു പക്ഷെ പറ്റണമെന്നില്ല, അതിന്റെ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷെ കുട്ടികൾ അങ്ങനെ കപ്പാസിറ്റി ഉള്ളവരാകാം. അല്ലെങ്കിൽ അവർ അവരുടെ ചെറുപ്പത്തിൽ അവർ കണ്ട സിനിമയിൽ അവർ കണ്ട ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ സിനിമയിൽ എക്സലൻസ് കണ്ട നായകനുണ്ടായ ഒരു പ്രൊഫഷൻ, അതും അവരുടെ സ്വപ്നമാണ്. അതൊരിക്കലും അവരുടെ കുട്ടികളുടെ സ്വപ്നമല്ല. അവിടെയും മാതാപിതാക്കൾ എന്ന നിലയിൽ, അധ്യാപകർ എന്ന നിലയിൽ വളരെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എവിടെയാണ്, എന്താണ് നമ്മുടെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അതായത് ഒരു കുട്ടി LP ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് കുട്ടിക്ക് ഒരു ധാരണയുണ്ട്. പിന്നെ UP ക്ലാസ്സിലെത്തുമ്പോൾ, ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോൾ അത് കുറെ കൂടി ഫ്ലറിഷ് ആവുന്നു. ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു ധാരണയോട് കൂടിയിട്ടാണ് കുട്ടി ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നത്. ആ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ആ കുട്ടിയെ വളർത്തുക എന്നുള്ളത് അധ്യാപകരുടെ ദൗത്യമാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പാരന്റ്സ് ഒക്കെ കുറെ കൂടി അവയർനെസ് ഉള്ള അല്ലെങ്കിൽ അവയർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഒരു പ്രാന്തപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കരിയർ എക്സ്പ്ലോഷനെ പറ്റി അവർക്ക് വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. അത്തരം സാധ്യതകളിൽ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ കണ്ടെത്തിയ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കരിയർ പ്രൊഫൈൽ എന്താണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താനും അവരുടെ പാരന്റ്സിനെ ബോധ്യപ്പെടുത്താനും ഏറ്റവും അനിതര സാധാരണമായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവര് ഒരു സംശയം വേണ്ട അവരുടെ പാരന്റ്സ് ആണ്. അവർ പാരന്റ്സ് എന്നതിനേക്കാൾ ഉപരി അവരുടെ അധ്യാപകരാണ്. പാരന്റ്സിനെ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പാരന്റ്സിനെ തങ്ങളുടെ കുട്ടിയുടെ കപ്പാസിറ്റി ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന തലത്തിലേക്ക് അവരെ വളർത്തുക എന്നതായിരിക്കണം അധ്യാപകരുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബോർഡിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ബോർഡിൽ എഴുതാൻ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഏത് ബോർഡാണ്, സ്മാർട്ട് ബോർഡ് ആണെങ്കിലും ബ്ലാക്ക് ബോർഡ് ആണെങ്കിലും നമ്മൾ തിരിയും. ആ തിരിയുന്ന സമയത്ത് ആരെങ്കിലും 1-2 പേരൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ആ സംസാരിക്കുന്നത് കേട്ട് ബാക്കിയുള്ള 5-8 കുട്ടികൾ ചിരിക്കുന്നുണ്ടാവും. നമ്മൾ തിരിഞ്ഞ് പബ്ലിക്കിനെ അല്ലെങ്കിൽ അവിടുത്തെ പീപ്പിളിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആവും. അവരെന്തോ പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞതൊരു വലിയ വിറ്റാണ്, ബാക്കി കുട്ടികളൊക്കെ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ വിറ്റ് പറഞ്ഞത് ആരാണെന്നോ ആ വിറ്റ് എന്താണെന്നോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റാറില്ല. അങ്ങനെ വിറ്റ് പറയുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവർക്കും എക്സൽ ചെയ്യാൻ പറ്റാവുന്ന വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഐദർ കണ്ടന്റ് ഡെവലപ്പർ ഓർ എ കണ്ടന്റ് ക്രിയേറ്റർ. അതായത് ഇപ്പൊ പരസ്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സിനിമകളുടെ പേരിടുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക്കലി ഒരു നൊട്ടേഷൻ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത്തരം ആളുകൾക്ക്, കണ്ടന്റ് ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വലിയ പങ്കുണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ വെറുതെ ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ്, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക. ഞാൻ പറയുന്നതിന് മുന്നേ എന്റെ ബാക്കി നിങ്ങളുടെ മനസ്സിലുണ്ട്. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ആ ചേഞ്ച് യുവർ ലൈഫ് എന്ന് ഞാൻ പറയേണ്ടതില്ല, അത് നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട്. എന്തിന്? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് LDFന്റെ മുദ്രാവാക്യമായിരുന്ന LDF വരും. ഞാൻ പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾ പറയാൻ ആരംഭിക്കും എല്ലാം ശരിയാവും. ശരിയായോ ശരിയായില്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ 3 വാചകങ്ങളും ഡെവലപ്പ് ചെയ്ത ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ കപ്പാസിറ്റിയെ പറ്റിയിട്ടാണ്. ഞാൻ ഇടതുപക്ഷക്കാരനല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം 5 വർഷം മുമ്പുള്ള നിയമസഭാ ഇലക്ഷനിലെ അവർ ഉപയോഗിച്ച മുദ്രാവാക്യം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരിൽ പലരും CPM-കാരുണ്ട്, പലരും CPI-കാരുണ്ട്, പലരും UDF-കാരുണ്ട്, പലരും BJP-കാരുണ്ട്. നമ്മൾ പലർക്കും നമ്മുടെ പാർട്ടിയുടെ മുദ്രാവാക്യം ഏതാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല 5 വർഷത്തിനിപ്പുറം. പക്ഷെ ഒരു പർട്ടിക്കുലർലി ആ മുദ്രാവാക്യം അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട്. ബൂസ്റ്റ് അല്ലാതെ എത്രയോ എനർജി ഡ്രിങ്കുകളുണ്ട്. ഇന്നേ വരെ ബൂസ്റ്റ് ഉപയോഗിക്കാത്ത കുട്ടികൾ പോലും
ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് അയാളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ബൂസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഔട്ട്ഡേറ്റഡ് ആയി ഒരൊറ്റയ്ക്ക് നിലനിൽപ്പില്ലാതെ പോയിട്ട് കുറെ വർഷങ്ങളായി. ഇപ്പൊ VIയോട് ചേർന്നിട്ടാണ്, വോഡാഫോണിനോട് ചേർന്ന് VI നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഐഡിയ എന്നുള്ള സിംഗിൾ അല്ലെങ്കിൽ സിംഗുലർ നെറ്റ്വർക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വർഷങ്ങളായി. എന്നിട്ടും വർഷങ്ങൾക്ക് ഇപ്പുറവും അന്ന് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള an idea can change your life എന്ന് പറയുന്ന പരസ്യവാദം നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ആശയം ഇതാണ്, നമ്മുടെ കുട്ടികൾക്കിടയിൽ അസാധാരണമായിട്ടുള്ള കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ. നോക്കൂ, നിങ്ങൾ ഈ സ്വിഗ്ഗി പോലുള്ള, സൊമാറ്റോ പോലുള്ള, ഊബർ പോലുള്ള, ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ബുക്ക് മൈ ഷോ ഞാനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ പ്രീ ഒക്കെ പഠിക്കുന്ന സമയത്ത് സെന്റ് തോമസ് കോളേജിൽ ജോയിൻ ചെയ്ത് ഒരു സിനിമയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പല റിലീസിങ് പടങ്ങൾക്കും 2-3 മണിക്കൂർ നേരം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് കിട്ടാതെ പോയി ഭയങ്കര വേദനയോടുകൂടി, മാനസിക സംഘർഷത്തോടു കൂടി വീട്ടിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് തിരിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ സാധ്യതയില്ല. സിനിമ റിലീസ് ആവുന്നതിന്റെ മിനിമം 2 ആഴ്ച മുമ്പെങ്കിലും റിലീസിംഗ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. മിനിമം 2 ആഴ്ച മുമ്പോട്ട് തന്നെ ബുക്ക് മൈ ഷോയിൽ ഇത് ഓപ്പൺ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഏത് തിയേറ്ററിൽ സിനിമ കാണണം നമുക്ക് തീരുമാനിക്കാം, സിനിമ തീരുമാനിക്കാം, അത് ഏത് തിയേറ്ററിൽ കാണണമെന്ന് തീരുമാനിക്കാം, അത് ഏത് ക്ലാസ്സിലിരുന്ന് കാണണം തീരുമാനിക്കാം, ആ ക്ലാസ്സിലെ ഏത് ചെയറിലിരുന്ന് കാണണം തീരുമാനിക്കാം. നമ്മളുടെ ആ ഒരു ചൂസിങ്ങിന്റെ ഒരു കപ്പാസിറ്റി നോക്കി നോക്കിയേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒരു സിനിമ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ അഡീഷണൽ സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം? ഇതൊക്കെ ഒരു ലൈവ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു സിനിമ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യും, ബുക്ക് മൈ ഷോ, ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ തിയേറ്ററിന്റെ ഡാറ്റാബേസ് ഉപയോഗിച്ച് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തിയേറ്ററുകാർ ഒരു പക്ഷേ എക്സ്ക്യൂസ് തരുന്നുണ്ടാവും. ഒരു എന്റർപ്രണർഷിപ്പ് ആയിട്ടുള്ള ഒരു ബുക്കിംഗ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ടിക്കറ്റിന് എത്ര രൂപ സർവീസ് ചാർജ് കൊടുക്കുന്നു? ഇറ്റ്സ് നിയർലി 25 റുപ്പീസ്. ഒരു ടിക്കറ്റിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന, ബയർ ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് 25 രൂപയാണ്. നിങ്ങൾ 10 ടിക്കറ്റ് എടുക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ 10 ആൾക്ക് 10 ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നിയർലി 250 റുപ്പീസ്. ഈ 250 രൂപ കിട്ടുന്ന ആർക്കാ? സിനിമയിൽ അഭിനയിക്കുന്ന ദുൽഖർ സൽമാനാണോ? സിനിമ സംവിധാനം ചെയ്യുന്ന സത്യൻ അന്തിക്കാരനാണോ? അല്ലെങ്കിൽ സിനിമ പിടിക്കുന്ന ഗോകുലം ഗോപാലനാണോ? അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാണ കമ്പനി നടത്തുന്ന ഡി കമ്പനിയുടെ ദുൽഖർ സൽമാനാണോ? അല്ല, ഇത് കിട്ടുന്നത് ആ ആപ്പ് ഡെവലപ്പ് ചെയ്തുള്ള ആളുകൾക്കാണ്. എന്നാണ്ടോ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പിന്റെ പേരിൽ അയാൾക്ക് ഇന്നും സർവീസ് ചാർജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സ്വിഗ്ഗി നമ്മൾ റെഗുലർലി കാണുന്ന, നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫുഡി ആപ്പാണ്, ഫുഡി ആയിട്ടുള്ള ആപ്പാണ്. സ്വിഗ്ഗി എന്താ ചെയ്യുന്നത്? എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു കാറ്ററിംഗ് യൂണിറ്റ് സ്വിഗ്ഗിക്കുണ്ടോ? എവിടെയെങ്കിലും ഒരു കുക്ക് സ്വിഗ്ഗിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. വളരെ ക്ലിയർ ആണ്. അവര് ബയറിനെയും സെല്ലറിനെയും കണക്ട് ചെയ്തു, മീഡിയേറ്റ് ചെയ്ത്. ദേ ആർ മീഡിയേറ്റിംഗ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ. നമ്മൾ ബയറാണ്, സെല്ലർ ഹോട്ടലുകാരനാണ്, റെസ്റ്റോറന്റുകാരനാണ്. ഈ ബയറിനെയും സെല്ലറിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി, ആ കണക്ടിവിറ്റിക്ക് വേണ്ടി എന്നിൽ നിന്നും അവർ സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്, സെല്ലറുടെ കയ്യിൽ നിന്നും സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ദേ ആർ ഗെറ്റിംഗ് സർവീസ് ചാർജ് ഫ്രം ബോത്ത് ഓഫ് ദം. രണ്ടുപേരിൽ നിന്നും അവരെ സർവീസ് ചാർജ് ഈടാക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ വെച്ച ആശയമാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ കേട്ടിട്ടുണ്ട്. സുന്ദർ പിച്ചെ ഡെവലപ്പ് ചെയ്തൊരു ആപ്പാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആശയം കുറെ കൂടി ഫ്ലറിഷ്ഡ് ആയതാണ് ഗൂഗിൾ മാപ്പ്. അദ്ദേഹം ഇന്ന് ഗൂഗിളിന്റെ CEO ആണ്. ഈ ലോകത്ത് ഏറ്റവും അധികം സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബ് എൻഗേജ് ചെയ്യുന്ന ഒരാളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് സുന്ദർ പിച്ചെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ വൈവിധ്യമാർന്ന കഴിവുള്ള വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഒരു പക്ഷേ ഒരു പുതിയ ഐഡിയ, ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ, ഒരു പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ, ഒരു പക്ഷേ ഒരു പേറ്റന്റ് സാധ്യതയുള്ള കണ്ടുപിടുത്തം നടത്തുന്ന വിദ്യാർത്ഥികൾ, ഒരു പക്ഷേ വൈവിധ്യങ്ങളായിട്ടുള്ള മേഖലകൾ, അതിപ്പോ സോഷ്യൽ സയൻസിലായിരിക്കാം, ഒരു പക്ഷേ അഗ്രികൾച്ചറൽ പെർസ്പെക്റ്റീവിലായിരിക്കാം, ഒരു പക്ഷേ മാത്തമാറ്റിക്കൽ കൺസേണിലായിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കൺസേണിലായിരിക്കാം. ഇത്തരം സംവിധാനങ്ങളിലൊക്കെ വലിയ കപ്പാസിറ്റിയുള്ള, വലിയ ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ആ വിദ്യാർത്ഥികളുടെ കഴിവ് കണ്ടെത്തുക എന്നതാണ് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം. ആ ദൗത്യം നമ്മൾ വിജയിച്ചാൽ ഒരു സംശയം വേണ്ട, നമ്മൾ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള അധ്യാപകരായി മാറും എന്നതാണ് റിയാലിറ്റി. ഞാൻ നമ്മുടെ സമൂഹത്തിലെ പൊതുവായിട്ടുള്ള ചില ഒരു കൺസേൺ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും എവിടെയാണെങ്കിലും ഈ വർക്ക് പ്രൊഫൈൽ ഡിഫൈൻ ചെയ്യുന്നത് ഒന്നുകിൽ ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ എന്നുള്ള കൺസേണിലാണ്. അതായത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകളും സ്വകാര്യ മേഖലയിൽ ശമ്പളം പറ്റുന്ന ആളുകളും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. ഒരു പക്ഷേ ഒരു ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന
ചില സാധ്യതകളാണ് UPSC മുഖാന്തരമുള്ള കമ്പൈൻഡ് +2 ലെവൽ എക്സാമിനേഷൻ, കമ്പൈൻഡ് ഡിഗ്രി ലെവൽ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പോലുള്ള എക്സാമിനേഷൻസ്, SSC നടത്തുന്ന, സിവിൽ സർവീസ് മാത്രമല്ല SSC നടത്തുന്ന, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻസ്, ഡിഫൻസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ മിലിറ്ററി, ഇൻഡോ ടിബറ്റൻ ഫോഴ്സ്, CRPF, BSF പോലുള്ള അത്തരം പാരാമിലിറ്ററി ഏജൻസികളൊക്കെ നടത്തുന്ന ജോലി സാധ്യതകൾ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിലെ വലിയ ജോലി സാധ്യതകൾ, അത് വലിയൊരു മേഖലയാണ്. ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട്, നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, ഗവൺമെന്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, പബ്ലിക് സെക്ടർ, ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ഈ പറയുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ ജോലി സാധ്യതകൾ, കോപ്പറേറ്റീവ് സെക്ടർ, നമുക്കറിയാം വളരെയധികം ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് സഹകരണ മേഖലയിലാണ്. കോപ്പറേറ്റീവ് സെക്ടറായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഈ രാജ്യത്തെ തന്നെ വലിയൊരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, RRB, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ, ഒപ്പം തന്നെ PSC ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ. ഞാൻ പറഞ്ഞത് ഈ സാധ്യതകളെ നമ്മുടെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, ഒരു 10ാം ക്ലാസ്സുകാരന്റെ അടുത്ത് ഒരു 9ാം ക്ലാസ്സുകാരിയുടെ അടുത്ത് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന ഉത്തരം നഴ്സിംഗ് പഠിക്കണം, ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് ചെയ്യണം, കാനഡയിൽ പോകണം, USA പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അയർലൻഡിൽ പോകണം, ജർമ്മനി പോകണം എന്നുള്ള വാചകങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വലിയ വിഭവശേഷിയുണ്ട്, വലിയ സാധ്യതകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ സിസ്റ്റമൊന്നും കറപ്റ്റഡ് അല്ല. ഏതാനും 1-2 സിസ്റ്റം കറപ്റ്റഡ് ആണെന്ന് കരുതി 100-ൽ 98 സിസ്റ്റം നല്ലതാണ്. അത്തരം സിസ്റ്റത്തെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാൻ, സാമൂഹ്യ പ്രസക്തിയോടെ ഉപയോഗപ്രദമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരു സർക്കാർ ജോലിയുടെ പ്രിവിലേജസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരു സർക്കാർ വേതനം കൈപ്പറ്റുന്ന ആളാണ്, നിങ്ങൾ കുറെ പേരൊക്കെ സർക്കാർ വേതനം കൈപ്പറ്റുന്ന ആളുകളാണ്. അതിന്റെ പ്രിവിലേജസ് അവരുടെ അടുത്ത് നമ്മൾ ബോധ്യപ്പെടുത്തണം. ആ പ്രിവിലേജസ് നിങ്ങളൊക്കെ അറിയാം, ഹൈലി സെക്യൂർഡ് ആണ്. സർക്കാർ ജീവനക്കാരന്റെ അത്രയും സെക്യൂരിറ്റിയുള്ള ഒരു ജോബ് പ്രൊഫൈൽ ഈ ലോകത്ത് വേറെ ആർക്കാണുള്ളത്? ഒരാൾ ഒരു എൻട്രി ലെവൽ ജോയിൻ ചെയ്താൽ പോലും അയാൾക്ക് റിട്ടയർമെന്റ് വരെ നല്ല ബെനിഫിറ്റോട് കൂടി, അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട സാലറി സ്കെയിലോട് കൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ജോബ് സെക്യൂരിറ്റി ഇത്രമാത്രമുള്ള ഒരു സംവിധാനം വേറെ ഇല്ല. മറ്റേതൊരു സംവിധാനമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്തോളൂ. സർക്കാർ ജോലിയിലെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ, മെഡിസെപ്പ് പോലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ നമ്മുടെ നാട്ടിലെ ആ കുടുംബത്തെ, അയാളോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലിയെ സംരക്ഷിക്കാവുന്ന സാധ്യതകളുണ്ട്. സാലറി മൾട്ടിപ്ലിക്കേഷൻ, ഏറ്റവും അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ഫുൾ ടൈം മീനിയൽ അല്ലെങ്കിൽ സർക്കാരിലെ ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന FTM അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ്, അവരുടെ ശമ്പളം പോലും 25,000 രൂപയ്ക്ക് മുകളിലാണ്, 30,000-അടുത്താണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ, ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന സേവന വേതന വ്യവസ്ഥകൾ വെറും 7ാം ക്ലാസ് യോഗ്യതയോട് നേരത്തെയുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമുണ്ട്. ഏത് സ്കീമാണെങ്കിലും ഒരു 56 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷം ഭേദപ്പെട്ട ഒരു ജീവിതം ക്രമപ്പെടുത്താനുള്ള സാധ്യത സർക്കാർ ജോലിക്കുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ള, ഗ്രാറ്റുവിറ്റി പോലുള്ള വലിയ ആനുകൂല്യങ്ങളുണ്ട്. അത്യാവശ്യം റിലാക്സ്ഡ് ആണ് ഗവൺമെന്റ് സെക്ടർ ജോലി. ഡൈയിങ് ഹാർനസ് ഉൾപ്പെടെയുള്ള ഒരു സർവീസിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതരായിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും കൃത്യമായിട്ട് ജോലി കിട്ടുന്നുള്ള സാധ്യത സർക്കാർ സർവീസിനുണ്ട്. ഇത്രയേറെ ബെനഫിഷ്യറി ആയിട്ടുള്ള ഒരു മേഖലയാണ് ഗവൺമെന്റ് സെക്ടറിലെ ജോലി എന്ന് നിങ്ങൾ അറിയാതെ പോകരുത്, കാണാതെ പോകരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എത്രയോ ജോലി സാധ്യതകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എത്രയോ മൈന്യൂട്ടായിട്ടുള്ള, അതായത് നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കാണ്, LD ക്ലർക്കാണ്. LD ക്ലർക്ക് ആവാൻ വേണ്ടി നമ്മുടെ സർക്കാർ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യത വെറും 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയും 18 വയസ്സുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു LD ക്ലർക്ക് ആവാം. ഏറ്റവും ബേസ് ആയിട്ടുള്ള 10ാം ക്ലാസ്സുകാരനും ജോലി കിട്ടാവുന്ന സാധ്യത നമ്മുടെ നാട്ടിലുണ്ട്. 7ാം ക്ലാസ്സുകാരന് ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് മെച്ചപ്പെട്ട ജോലി സാധ്യതയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കറിയാം, ഒരു സിവിൽ പോലീസ് ഓഫീസർ ആവാൻ, അതായത് പോലീസിൽ കോൺസ്റ്റബിളിന്റെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ 2 രീതിയിലാണ് 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും അവസരമുണ്ട്. ആംഡ് ഫോഴ്സിനും ആംഡ് അല്ലാത്ത ഫോഴ്സിനും വേറെ വേറെയാണ് യോഗ്യത. 10ാം ക്ലാസ്സും +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംഡ് ഫോഴ്സിലോ അല്ലെങ്കിൽ സാധാരണ പോലീസിലോ നിങ്ങൾക്ക് സിവിൽ പോലീസ് ഓഫീസർ ആവാം. നമ്മുടെ കുട്ടികളെ നമ്മളത് ബോധ്യപ്പെടുത്തണം. ഒരു SI ആവാനുള്ള യോഗ്യത എനി ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് SI ആവാൻ പറ്റും. ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ എനി ഡിഗ്രി മതി. ഈ മലയാളോ, ഹിന്ദിയോ, തമിഴോ, ഗുജറാത്തിയോ അല്ലെങ്കിൽ ഫിസിക്സോ, കെമിസ്ട്രിയോ, കൊമേഴ്സോ, ഏത് സബ്ജക്ട് പഠിച്ചാലും ഈ സമൂഹത്തിൽ ഒരു പഞ്ചായത്തിലെ ക്ലർക്ക് ആവാൻ സാധ്യതയുണ്ട്. ഒരു SI ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവാൻ സാധ്യതയുണ്ട്.
ഒരു ബാങ്കിൽ ക്ലർക്ക് ആവാൻ എത്രയോ നല്ല ജോലിയാണ് ബാങ്കിലെ ക്ലറിക്കൽ തസ്തിക. ഒരു റിസ്ക്കും ഒരു ടെൻഷനും ഇല്ലാത്ത ജോലിയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിക്കുള്ളിൽ സകല ജോലിയും അവസാനിപ്പിച്ച് പോകാൻ പറ്റുന്ന ബാങ്കിലെ ക്ലറിക്കൽ ജോബ്. ഞാൻ മാനേജർ പോസ്റ്റ് അങ്ങനെയാണെന്ന് പറയുന്നില്ല, കുറെ കൂടി ടെൻസറാണ്, കുറെ കൂടി ബിസിനസ് ഓറിയന്റഡ് ആണ്. എന്നാൽ ഒരു ക്ലറിക്കൽ കാഡറിലെ ജോലിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത +2 ആണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ബാങ്കിൽ മാനേജർ ആവാം, പ്രൊബേഷണറി ഓഫീസറായിട്ട് ബാങ്കിൽ പെർഫോം ചെയ്യാം. നമ്മൾ യാത്രയിൽ ട്രെയിനൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ട്രെയിൻ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളാണ് ട്രെയിൻ ടിക്കറ്റ് എക്സാം. ട്രെയിൻ ടിക്കറ്റ് എക്സാം ആവാൻ വേണ്ട യോഗ്യത എന്താണെന്ന് അറിയാമോ? വെറും +2 ആണ്. +2 ഏത് സ്ട്രീം കഴിഞ്ഞ ഒരാൾക്കും ഒരു ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആവാം. ഇനി നിങ്ങൾ റെയിൽവേയിൽ തന്നെ കുറച്ചും കൂടി ഭേദപ്പെട്ട ജോലി, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലറിക്കൽ കാഡർ, +2 ഉള്ള ആൾക്ക് റെയിൽവേയിൽ ക്ലർക്കൽ കാഡറിൽ ജോലി ചെയ്യാം. ആ ട്രെയിൻ ഓടിപ്പിക്കുന്ന ലോക്കോ പൈലറ്റ് ആണ്. ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ട യോഗ്യത 10ാം ക്ലാസ്സിന് ശേഷമുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്, അല്ലെങ്കിൽ ബിടെക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. നോക്കൂ, 18 വയസ്സുള്ള ഒരാൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സിൽ 10ാം ക്ലാസ് കഴിയുന്നു, 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അയാൾക്ക് ലോക്കോ പൈലറ്റ് ആവാം. ഇനി കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ, ഡിഗ്രിയാണ് സ്റ്റേഷൻ മാസ്റ്റർ ആവാനുള്ള യോഗ്യത. റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വഹിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. സാമാന്യം ഭേദപ്പെട്ട ശമ്പള സ്കെയിലാണ്. സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഗ്രിയാണ്. നോക്കൂ, സിവിൽ സർവീസ് കളക്ടർ ആവാൻ വേണ്ട അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്, ഇനി ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ ഉയർന്ന ജോലി സാധ്യതകൾക്കുള്ള പ്രൊവിഷൻ സർക്കാർ മേഖലയിലുണ്ട്. മാത്രമല്ല, വലിയ സാധ്യതകളുടെ ലോകത്താണ് സർക്കാർ ജീവനം എന്ന കാര്യം നിങ്ങൾ മറക്കാതെ കാണാതെ പോകരുത്. പ്രൈവറ്റ് സെക്ടർ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് മെൻഷൻ ചെയ്യാം. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം എല്ലാ ആശുപത്രികളും പ്രൈവറ്റ് സെക്ടറുള്ള ആശുപത്രികളാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഭൂരിഭാഗവും പ്രൈവറ്റ് സെക്ടറുള്ളതാണ്. എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ, അത് ഏത് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, TCS ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിപ്രോ ആയിക്കൊള്ളട്ടെ, ഇൻഫോസിസ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് കമ്പനികളും ഓൺ ബിഹാഫ് ഓഫ് പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ICICI പോലെ അല്ലെങ്കിൽ ഇസാഫ് പോലുള്ള ബാങ്കുകൾ വലിയ ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന സാധ്യതകളാണ്. ദെൻ ഓണ്ടർപ്രണേഴ്സും ഉണ്ട്. ഇപ്പം ഒരു ജോയ് ആൽക്കസ് ഒരു ഓണ്ടർപ്രണറാണ്, അല്ലെങ്കിൽ ഓട്ടോ ഒരു ഓണ്ടർപ്രണറാണ്. അത്തരത്തിൽ ഓണ്ടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് മാഗ്നറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒക്കെ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ജനറലി പ്രൈവറ്റ് സെക്ടർ പെർസ്പെക്റ്റീവിലുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ 2 സാധ്യതകൾ അവർ മുന്നിൽ തുറന്നിടണം. വളരെ കൃത്യമായിട്ട് ഈ 2 മേഖലയിലും വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അവർ അറിയണം. അത്തരം ഓപ്പർച്യൂണിറ്റി അറിഞ്ഞിട്ടാണ് അവർ ഏത് മേഖലയിലാണ് തങ്ങളുടെ കപ്പാസിറ്റി ഉള്ളത്, ആ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ജോലി സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തും. ഇനി ഈ ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വീട് അമല ഹോസ്പിറ്റലിനടുത്താണ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനടുത്താണ്. അവിടുത്തെ ഗ്യാസ്ട്രോ സർജൻ കം അസോസിയേറ്റ് പ്രൊഫസർ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഹീസ് ഏണിംഗ് എ കൺസോളിഡേറ്റഡ് പേയ്മെന്റ് ഓഫ് 13 lakhs പെർ മന്ത്. 13 ലക്ഷം രൂപയാണ് അവന്റെ പ്രതിമാസ ശമ്പളം. അമല ഒരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലാണ്. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളുടെ ശമ്പളം ഒന്നും പറയുന്നില്ല. അദ്ദേഹവും എൻ്റെ ഷീസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്. അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ, ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ഡോക്ടർ, he is one of my friends, close friends, and one of my classmates. He is earning a consolidated payment of 13 lakhs per month. അതേ കോളേജിലെ, അതേ മെഡിക്കൽ കോളേജ് CEO ഞാൻ അറിയുന്ന, വളരെ പേഴ്സണലി അറിയുന്ന, എൻ്റെ പഞ്ചായത്തിൽ തന്നെ വീടുള്ള ഒരാളാണ്. അയാൾ വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നിയർ ബൈ 7 to 8 lakhs ആണ്. അവിടുത്തെ ഭൂരിഭാഗം ഡോക്ടർമാരെ ശമ്പളം ഇൻ ബിറ്റ്വീൻ 2.5 to 4 lakhs ആണ്. വളരെ ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ ഒഴികെ ബഹുഭൂരിപക്ഷം വരുന്ന കാറ്റഗറി ജോബ്സിന്റെയും ശമ്പളം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. എൻ്റെ വളരെ അടുത്ത ബന്ധുവായിട്ടുള്ള എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ അവിടെ നഴ്സിംഗ് സ്റ്റാഫാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഷീസ് ഏണിംഗ് എ കൺസോളിഡേറ്റഡ് പേയ്മെന്റ് ഓഫ് അറൌണ്ട് 41,000 rupees പെർ മന്ത്. 41,000 രൂപയാണ് കയ്യിൽ കിട്ടുന്ന നിലവിലെ ശമ്പളം. നിങ്ങൾ നോക്കൂ, ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിൽ നിന്ന് 13 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു ഡോക്ടറിൽ നിന്ന് അതൊരു നഴ്സിലേക്ക് വന്നപ്പോൾ ദ സാലറി ഹാസ് ഡിക്രീസ്ഡ്, അല്ലെങ്കിൽ ദ ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് ജസ്റ്റ് 41,000. അവിടുത്തെ ഫാർമസി സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്.
സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. 15,000 രൂപയാണ് ശമ്പളം. എൻ്റെ വളരെ അടുത്ത കുടുംബത്തിലെ ഒരു ചേച്ചി അവിടെ FTM ആയിട്ട് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ട് പോകുന്നുണ്ട്. 12,000 രൂപയാണ് അവിടുത്തെ ശമ്പളം. ഞാനത് പറയാൻ കാരണം ഒരൊറ്റ കൺസേണിൽ ഒരൊറ്റ സ്ഥാപനത്തിൽ സാലറിയിലുള്ള വൈവിധ്യം നിങ്ങളുടെ അടുത്തൊന്ന് സൂചിപ്പിച്ചതാണ്. അതായത് സർക്കാർ ജീവനവും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ജോലി സാധ്യതയും തമ്മിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് സൂചിപ്പിച്ചതാണ്. പ്രൈവറ്റ് സെക്ടറിന് ഒട്ടേറെ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളല്ല. ഒരു കമ്പനി നഷ്ടത്തിലാവാൻ നിങ്ങൾ കാരണമാകണമെന്നില്ല. ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയാണ്. ഗൂഗിൾ കമ്പനി നഷ്ടത്തിലായാൽ ഗൂഗിളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറേയധികം ആളുകൾ ജോലി നഷ്ടപ്പെടും. കുറെ ആളുകൾ ശമ്പളത്തിൽ പോലും എന്താ പറയാ താഴ്ച ഉണ്ടാവും. റെസിഷൻ ഉണ്ടായി, സ്വാഭാവികമായിട്ടും കുറെ പേരുടെ ജോലി, ആഗോളതലത്തിൽ റെസിഷൻ ഉണ്ടാകുമ്പോൾ കുറെ പേരുടെ ജോലി നഷ്ടപ്പെടും. കോവിഡ് വന്നു, ഒരു കലാമിറ്റി വന്നു, കുറെ പേരുടെ ജോലി പ്രൈവറ്റ് സെക്ടറിൽ നഷ്ടപ്പെടാനിടയുണ്ട്. അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെയായി, കുറെ പേരുടെ ജോലി നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്നു, സ്വാഭാവികമായിട്ടും അയാളുടെ ജോലി നഷ്ടപ്പെടാനിടയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സർക്കാർ മേഖലയിലും അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും കുറെ കൂടി സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് സർക്കാർ മേഖലയിലാണ്. എന്നാൽ അത്ര തന്നെ സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ കുറെ പ്രശ്നം പറയുന്നുണ്ടെങ്കിലും കഴിവുള്ള ആളുകൾക്ക്, എക്സലൻസ് ഉള്ള ആളുകൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ഞാൻ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ സാലറി വൈസ് ഡിഫറൻസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ഒരു നല്ലിഫൈഡ് ആവേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് സെക്ടറിൽ വലിയ ഓപ്പർച്യൂണിറ്റി വിദ്യാർത്ഥികൾക്കുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച ഒരു പേരാണ് സുന്ദർ പിച്ചയുടേത്. സുന്ദർ പിച്ചെ ഗൂഗിളിന്റെ CEO ആണ്. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പിച്ചക്കാരനൊക്കെ ആയിട്ട് തോന്നും. കാരണം സൗത്ത് ഇന്ത്യൻ ആണ്, തമിഴനാണ്. പേരിലൊരു പിച്ച എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പിച്ച എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അത് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ അത് കോൺക്രീറ്റ്ലി അത് നമ്മൾ കണക്ട് ചെയ്യുക വേറൊരു രീതിയിലാണ്. പക്ഷെ അദ്ദേഹം വന്ന സാലറി ഒക്കെ നമ്മൾ ചിന്തിക്കണം നല്ലതാണ്. അദ്ദേഹം വാങ്ങുന്ന സാലറി ദാറ്റ് ഈസ് അറൌണ്ട് 2000 crore per annum. 2000 കോടി രൂപയാണ് അദ്ദേഹം വാങ്ങുന്ന പെർ ആനം സാലറി. 2000 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നിയർ ബൈ 6 lakhs of rupees ആണ്. ഒരു ദിവസം വാങ്ങുന്ന ശമ്പളം 6 ലക്ഷം 6 കോടി രൂപയാണ്. 365 ദിവസങ്ങളാണുള്ളത്. ഒരു ദിവസം 6 കോടി രൂപ വീതം, ഏതാണ്ട് ഒരു വർഷത്തിൽ അദ്ദേഹം വാങ്ങുന്ന കൺസോളിഡേറ്റഡ് പെർ ആനം സാലറി ഈസ് 2000 crores of rupees. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. ഈ 2000 കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലൊന്ന് പോട്ടെ. 2000 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഇവിടെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. 2000 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത്രയും സാലറി വാങ്ങുന്ന സ്വകാര്യ മേഖലയിൽ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഞാൻ നേരത്തെ ഗവൺമെന്റ് സെക്ടറിന്റെ പ്രിവിലേജ് ഒക്കെ പറഞ്ഞു. ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും ഉയർന്ന സാലറി സ്കെയിൽ വാങ്ങുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഹോണറേറിയം വാങ്ങുന്ന, അതായത് സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നതാണ്. ദ്രൗപദി മുർമുമാടാണ്. അദ്ദേഹം വാങ്ങുന്ന കൺസോളിഡേറ്റഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് 5 lakh of rupees ആണ് പെർ മന്ത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ, അല്ലെങ്കിൽ പ്രഥമ പൗരനായിട്ടുള്ള, അല്ലെങ്കിൽ പ്രഥമ പൗരയായിട്ടുള്ള ദ്രൗപദി മുർമു വാങ്ങുന്ന ശമ്പളം പെർ മന്ത് 5 ലക്ഷം രൂപയുള്ളപ്പോഴാണ് അതേ രാജ്യത്ത് ജീവിക്കുന്ന, അതേ രാജ്യത്ത് എക്സലൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സുന്ദർ പിച്ചെ എന്ന് പറയുന്ന മഹാൻ എത്ര കോടി രൂപ പെർ ഡേ വാങ്ങുന്നത്? നിയർ ബൈ 5 crores of rupees അല്ലെങ്കിൽ 6 crores of rupees പെർ ഡേ വാങ്ങുന്നത്. അപ്പോ പ്രൈവറ്റ് സെക്ടറിലെ ജോബ് ഒരു മോശം സെക്ടർ ജോബാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യരുത്. അവിടെയും വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ഗവൺമെന്റ് സെക്ടറിലേതുപോലല്ല, പ്രൈവറ്റ് സെക്ടറിൽ അത്തരം നിലവാരമുള്ള ജോലി സാധ്യതയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിലവാരം വേണം, അല്ലെങ്കിൽ അയാൾ പഠിച്ച സ്ഥാപനത്തിന് വലിയ നിലവാരം വേണം. രണ്ടും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ഉയർന്ന നിലവാരമുള്ള ഒരു ജോലിയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് നല്ല നിലവാരം വേണം, അയാൾക്ക് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പ്രിവിലേജസ് വേണം, ഇല്ലെങ്കിൽ അയാൾ പഠിച്ച സ്ഥാപനം അത്രയും പ്രിവിലേജഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ ഒരു നാഷണൽ IIM പോലുള്ള സ്ഥാപനത്തിൽ, IIT പോലുള്ള സ്ഥാപനത്തിൽ, IISc പോലുള്ള സ്ഥാപനത്തിൽ, ഐസർ പോലുള്ള സ്ഥാപനത്തിൽ, നൈസർ പോലുള്ള സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഒരു FDDA ഫുഡ് വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പോലുള്ള സ്ഥാപനത്തിൽ, സിപ്പറ്റ് പോലുള്ള സ്ഥാപനത്തിലൊക്കെ പഠിച്ച ഒരാൾക്ക് വലിയ പ്രിവിലേജ് അയാളുടെ പ്രൈവറ്റ് സെക്ടർ ജോലിയിൽ. എൻ്റെ ക്യാമ്പസിൽ നിന്ന് എല്ലാ വർഷവും പ്ലേസ്മെന്റ് നടക്കുന്നു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളെടുത്ത് പറയാം. എല്ലാ വർഷവും സെന്റ് തോമസ് കോളേജിൽ നിന്ന്
ഞാൻ കുറേയധികം പ്ലേസ്മെന്റ് ഉണ്ട്, ആ പ്ലേസ്മെന്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. പ്രധാനമായിട്ടും നടക്കുന്ന പ്ലേസ്മെന്റ് ബാങ്കുകളിലേക്കാണ്, ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെ, ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ, കാത്തലിക് സേവിംഗ് ബാങ്ക് ഉൾപ്പെടെയുള്ള 3 ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്കാണ് ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ ക്യാമ്പസിൽ നിന്ന് ഞാൻ പഠിച്ച സെന്റ് തോമസ് കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് നടക്കുന്നത്. ഒരു വർഷം സൗത്ത് ഇന്ത്യൻ ബാങ്ക് 20ഓളം കുട്ടികളെയാണ് ക്ലറിക്കൽ കാഡറിലേക്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് പ്ലേസ് ചെയ്യുന്നത്. 20 കുട്ടികളെയാണ് ഫെഡറൽ ബാങ്ക് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് പ്ലേസ് ചെയ്യുന്നത്. ഏതാണ്ട് 20 കുട്ടികളെയാണ് കാത്തലിക് സേവിംഗ് ബാങ്ക് CSB ഞങ്ങളുടെ കോളേജിൽ നിന്ന് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും മൊത്തം 60 കുട്ടികളുണ്ട്, ഈ 60 കുട്ടികൾക്കും ഒരു ഇന്റർവ്യൂ പ്രോസസ്സാണ്. അല്ല, ഒരു ബാങ്കിന്റെ പ്രൊസീജിയർ ഒരു ടൈമിലാണെങ്കിൽ മറ്റൊരു ബാങ്കിന്റെ വേറെ സമയത്താണ്. സാധാരണ ഈ 20 പേര് അടുത്ത ഘട്ടത്തിലേക്ക് നോർമലി പോവില്ല. ആ ബാങ്കിന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ എന്നെക്കാൾ മികവുള്ള ആളുകളൊക്കെ ഇതിലുണ്ട്, ഞാൻ അതൊന്നും ഇല്ലാതെ പറയുന്നില്ല. ഒരു ബാങ്കിന്റെ പ്ലേസ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഞങ്ങളുടെ ക്യാമ്പസിൽ 1000 കുട്ടികളുണ്ട്, ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ. ഏതാണ്ട് അവർ വരുന്നത് 25 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ്. നോക്കൂ, 25 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ എടുത്താൽ 25 കുട്ടികളായി. ആ 25 കുട്ടികളെ ഇന്റർവ്യൂ ചെയ്താൽ അവർക്ക് 20 കുട്ടികളെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. പക്ഷെ അവർ ആ മെത്തഡോളജി അവർ ഉപയോഗിക്കില്ല. അവർ ഓപ്പൺ ടു ഓൾ ആണ്. 1000 കുട്ടികൾക്കും ഓപ്പൺ ആണ് പ്ലേസ്മെന്റ് ഡ്രൈവ്. അവർ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദേ ആർ ഹാവിംഗ് സർട്ടൻ സ്റ്റെപ്സ്. ദർ ഫസ്റ്റ് കണ്ടീഷൻ ഈസ്, അവർ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, ദേ ഷുഡിന്റ് ഹാവ് എനി ബാക്ക് പേപ്പേഴ്സ് ഇൻ ദയർ 1, 2, 3, 4, 5 സെമസ്റ്റർ എക്സാമിനേഷൻ. ഒരു 6ാമത്തെ സെമസ്റ്ററിലെ വിദ്യാർത്ഥിയാണ്. 1 മുതൽ 5 സെമസ്റ്റർ വരെയുള്ള പരീക്ഷകളിൽ അവർക്ക് നിർബന്ധമായിട്ടും അരിയർ പേപ്പർ അല്ലെങ്കിൽ ബാക്ക് പേപ്പർ ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തെ കണ്ടീഷനാണ്. അതിന്റെ കൂടെ പറയുന്ന രണ്ടാമത്തെ കോംപ്ലിമെന്ററി കണ്ടീഷനാണ് ദേ ഷുഡ് ഹാവ് സ്കോർഡ് an aggregate percentage of 70%. 100% മാർക്കൊന്നും വേണ്ട, 70% മാർക്കേ വേണ്ടൂ. അപ്പൊ ആദ്യത്തെ 2 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന്, അവർക്ക് നിർബന്ധമായിട്ടും ബാക്ക് പേപ്പർ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്, അവരുടെ അഗ്രിഗേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി 70%. 70% മാർക്ക് അവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 1000 കുട്ടികൾ വെറും 600 കുട്ടികളാണ്. 400 പേര് അപ്പൊ തന്നെ കിറ്റായി. ആ ഗ്രൂപ്പിൽ നിന്ന് 400 കുട്ടികൾ അതിനാൽ തന്നെ കിറ്റായി. 400 കുട്ടികൾക്ക് ഒന്നുകിൽ ബാക്ക് പേപ്പർ ഉണ്ട്, അവരൊക്കെ ഡിഗ്രി കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അവർക്ക് 5 സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഒന്നുകിൽ ബാക്ക് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് 70% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് 600 കുട്ടികളാണ്. ആ 600 കുട്ടികൾക്ക് അവർക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ്. 1 മണിക്കൂറുള്ളൂ, ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ. ആ 1 മണിക്കൂറിന്റെ പരീക്ഷ കഴിയുമ്പോഴത്തേനും വിത്തിൻ 1 അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ആ 600 എന്നുള്ള നമ്പർ 50 ചോദ്യങ്ങളാണ്, വെറും 1 മണിക്കൂർ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 1 മിനിറ്റ് സമയം ശരാശരിയാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിന്റെ വാല്യുവേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി. സ്വാഭാവികമായിട്ടും അടുത്ത 1 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ദേ ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് 300. 600 വീണ്ടും 300ആയി. 50% അവിടെ പോയി. ഇനി 300 പേരുണ്ട്. ആ 300 പേർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക. സ്വാഭാവികമായിട്ടും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനഫിഷ്യറീസിനെ അവർ കണ്ടെത്തുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടൊരു വർത്താനം പറയുന്നത് തന്നെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അതിൽ ഭയങ്കര പ്രൂവൺ നേച്ചറുള്ളവരാണ്, എക്സലന്റ് നേച്ചറുള്ളവരാണ്. അല്ല, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു 300 പേരെ ഒരു 20 ഗ്രൂപ്പാക്കി. ആ 20 ഗ്രൂപ്പാക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ മാക്സിമം വരുന്ന കുട്ടികളുടെ എണ്ണം 15ആണ്. ഓരോ ഗ്രൂപ്പിനെയും ആ 15 പേരെ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തി. ആ സ്റ്റേജിലേക്ക് കയറ്റി നിർത്തി ആ 15 പേരെടുത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി 3 മിനിറ്റ് വീതം സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും ആ വളരെ ഈസിയാണെന്ന് തോന്നും. ആ സബ്ജക്റ്റ് അത് അവർ പഠിച്ച സബ്ജക്ട് റിലേറ്റഡ് സബ്ജക്റ്റ് അല്ല. ഈ 15 പേരിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈ 300 പേരിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളുണ്ട്. അവരുടെ അക്കാദമികപരമായിട്ടുള്ള ചോദ്യങ്ങളല്ല അവിടെ ചോദിക്കുക. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിക്കും. ഞാൻ 2-3 അത്തരത്തിൽ ഡിസ്കസ് ചെയ്യാവുന്ന, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താവുന്ന ചില ഒരു ആശയങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോ നമ്മുടെ ആഗോളതലത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ 2-3 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, രണ്ടാമത്തേത് പാലസ്തീനും ഒപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, മൂന്നാമത്തേത് ഒരു പ്രവിശ്യക്ക് വേണ്ടി, ബലൂചിസ്ഥാൻ പ്രവിശ്യക്ക് വേണ്ടി അതൊരു രാജ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് അവർ നടത്തുന്ന യുദ്ധം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. പിന്നെയും കുറെ ആഭ്യന്തര യുദ്ധങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി 3ാമത്തെ യുദ്ധത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആദ്യത്തെ 2 യുദ്ധങ്ങൾ നമുക്ക് ഫെമിലിയർ ആണ്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള, ഹമാസും തമ്മിലുള്ള യുദ്ധം കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നു. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എത്ര പേർക്ക് കോമ്പിറ്റന്റ് ആയിട്ട് ഈ 2 യുദ്ധങ്ങളെ പറ്റി പറയാൻ പറ്റും, ആധികാരികമായിട്ട് പറയാൻ പറ്റും?
വളരെ പെരിഫറലായിട്ട് നമുക്ക് പറയാം. യുദ്ധം ഒരു മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഘടകമാണ് യുദ്ധം. എത്രയോ ആളുകളാണ്, നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. കുട്ടികളുള്ള ആളുകൾ അവിടെ അഭയാർത്ഥികളായി പോകുന്നു. അത്തരത്തിൽ കുറേയധികം കമന്റ് പറയാം. ഞാൻ പറഞ്ഞു വന്നത് എക്സാക്ട് ദ റീസൺ ഫോർ ദ വാർ. എന്താണ് അതിന് ഐക്യരാഷ്ട്രസഭയുടെ പ്രപ്പോസൽസ്, നിലവിൽ ആ പ്രപ്പോസലിനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ പറ്റി പറയാൻ അറിയുന്ന എത്ര പേര് ഈ ഗ്രൂപ്പിലുണ്ട്? അപ്പൊ നമ്മുടെ മനസ്സിൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു സംശയം ഇതാണ്. താങ്കൾ ഇപ്പൊ ചോദിച്ചത് ഇത് ആഗോള തലത്തിലുള്ള ഒരു പ്രശ്നമാണ്, അത് താങ്കൾ ഒരു ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നത്തെ പറ്റിയാണ് ചോദിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ മറുപടി പറയാൻ അറിയാം. ആഗോള തലത്തിലുള്ള പ്രശ്നം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലൊരു കോമ്പറ്റൻസി ഇല്ലാത്തത്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം പറയാം. ഞാൻ അടുത്ത ഗ്രൂപ്പ് ഡിസ്കഷന് ഞാൻ നിങ്ങളുടെ അടുത്ത് തരാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് കർഷക സമരം നടക്കുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ആ കർഷക സമരത്തിൽ എൻഗേജ്ഡ് ആണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രിവിലേജ് ആ ഒരു കർഷക സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ആ കർഷക സമരം എന്തിനാണ്? കർഷകന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ സംരക്ഷിക്കാനാണ് കർഷക സമരം. അത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ ഒരു പെരിഫറലായിട്ടുള്ള മറുപടിയല്ല. എന്തിനു വേണ്ടിയാണ് കർഷക സമരം? എന്തൊക്കെ ആവശ്യങ്ങളാണ് കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്? ആ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ എത്ര ആവശ്യങ്ങൾക്ക് സർക്കാർ പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞു? അതിൽ എത്ര എണ്ണം നടപ്പിലാക്കി? ഇനിയും നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരിപ്പോഴും ആ സമരത്തിൽ നിന്ന് പിന്മാറാത്തത്? ഈ സമരത്തെ പറ്റിയൊക്കെ നമുക്ക് ധാരണയുണ്ട്. ട്രാക്ടറുകൾ കൂട്ടിയിട്ട് സമരം ചെയ്യുന്നു, പുലർച്ചെ മഞ്ഞ് കാഞ്ഞുകൊണ്ട്, റോഡുകൾ ഉപരോധിച്ചുകൊണ്ടൊക്കെ നമ്മൾ സമരം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതിനെപ്പറ്റി സ്പെസിഫിക് പറയാൻ പറ്റുന്ന എത്ര പേർ നിങ്ങൾക്കിടയിൽ? ഇപ്പൊ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കമന്റ് സാർ ഇപ്പൊ ചോദിച്ചത് ആഗോള ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള പ്രശ്നമാണ്. സാറ് കേരളത്തിലെ നമ്മൾ ജീവിക്കുന്ന ഈ നാടിലെ ഒരു പ്രശ്നത്തെ പറ്റി ചോദിച്ചു. ഞാൻ ചോദിക്കാം, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്തെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന മാധവ് ഗാഡ്ഗിലും കസ്തൂരി രംഗനൊക്കെ സമർപ്പിച്ച റിപ്പോർട്ട്. നിങ്ങൾ പ്രധാനം ചെയ്ത് നിങ്ങളുടെ ജില്ലയെ ഏറ്റവും കൃത്യമായിട്ട് ബാധിക്കുന്നതാണ്. അവിടുത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ, അവിടുത്തെ കെട്ടിട നിർമ്മാണത്തെ, അവിടുത്തെ ആവാസ വ്യവസ്ഥയെ, അവിടുത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെ, അവിടുത്തെ വീടുകളുടെ നിലനിൽപ്പിനൊക്കെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ എത്ര പേർക്ക് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ പറ്റി അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി, അത് നിങ്ങളുടെ ജില്ലയെ ദോഷകരമായി ബാധിക്കുന്ന പരാമർശങ്ങളെ പറ്റി പറയാനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന് ആഗോളതലത്തിലുള്ള പ്രശ്നമായിരുന്നു, രണ്ടാമത്തേത് ഇന്ത്യയെ സംബന്ധിക്കുന്ന പ്രശ്നമായിരുന്നു, മൂന്നാമത്തേത് കേരളത്തെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ജില്ലയെ ബാധിക്കുന്ന, നിങ്ങളുടെ പ്രദേശത്തെ, നിങ്ങളുടെ വീടിരിക്കുന്ന പഞ്ചായത്തിനെ പോലും ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. അതിനെ പറ്റി പോലും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ നമ്മുടെ ഒരു പരിമിതി പറഞ്ഞതാണ്. ഞാനിപ്പോൾ അത് ചോദിച്ചത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി അവയർനെസ് ആയിരുന്നുള്ളൂ. മറ്റൊരു വിഷയത്തെ പറ്റി ഒരു പക്ഷെ ഞാൻ അവെയർഡ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അധ്യാപകരായിട്ടുള്ള നമ്മളുടെ പോലും സ്ഥിതി ഇതാണെങ്കിൽ നാം പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പിറ്റൻസി ഉള്ള കണ്ടന്റ് അവർക്ക് ഉണ്ടാവുക, കോമ്പറ്റൻസി ഉള്ള ഒരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവുക, ക്രിയേറ്റീവായിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക, വൊക്കാബുലറി ഉണ്ടാവുക, പ്രൊനൗൺസിയേഷൻ സ്കിൽ ഉണ്ടാവുക. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് എ കരിയർ എക്സ്പെർട്ട് എന്ന നിലയിൽ അല്ലെങ്കിൽ കരിയർ ഗുരു എന്ന നിലയിൽ നമ്മുടെ ദൗത്യമാണ്. ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളാണ്. ഒരു കുട്ടിയുടെ ഫർദർ ഡെവലപ്മെന്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളാണ്. ഒരു കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ, അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ആ കുട്ടിയെ ആ മേഖലയിൽ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിക്ക് ഒരു ഇന്നോവേഷനോട് താല്പര്യം ഉണ്ടെങ്കിൽ ശാസ്ത്രമേളയിൽ ആ കുട്ടിയെ പങ്കെടുപ്പിച്ച്, സാമൂഹ്യ ശാസ്ത്രമേളയിൽ പങ്കെടുപ്പിച്ച് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആ കുട്ടിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു കുട്ടിക്ക് ഒരു പ്രോഗ്രാം, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിന് കുട്ടിയെ നിരന്തരം, നമ്മൾ ഈ നിരന്തരം മൂല്യനിർണ്ണയത്തിന് നടക്കുന്ന പോലെയല്ല, അവർ നിരന്തരം പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു കുട്ടി ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ വൈവിധ്യമാർന്ന റിസോഴ്സിലൂടെ കേൾക്കാനും പരിഹരിക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക വേറിട്ട ഒരു വിദ്യാർത്ഥിയുടെ ഗുരുവാകേണ്ടത്. നമ്മളിപ്പോൾ അക്കാദമികപരമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടിയെ ഏറ്റവും മികവുറ്റ രീതിയിൽ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ എക്സലൻസ് ഉള്ള അധ്യാപകരാണ് നിങ്ങളൊക്കെ, ഞാനും നിങ്ങളൊക്കെ, ഒരു സംശയവുമില്ല. പക്ഷെ കുട്ടികളിൽ രൂഢമൂലമാകേണ്ട കുട്ടികളുടെ കരിയറിനെ സംബന്ധിച്ച്, കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് ഒരു സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അതിന് കുട്ടി ഏതൊക്കെ മേഖലയിലൂടെയാണ് പോകേണ്ടത്? ഒരു ഡിസൈൻ, കണ്ടന്റ് ക്രിയേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇന്ന മേഖലയിൽ പോകണം. നമുക്ക് എത്ര പേർക്ക് പറയാനറിയാം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, NID ഇപ്പോൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലൊക്കെ വലിയ വാർത്തയുണ്ട്.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കണ്ടന്റ് ക്രിയേഷൻ പഠിപ്പിക്കുന്ന, സിറാമിക് ഡിസൈൻ പഠിപ്പിക്കുന്ന, പ്രൊഡക്റ്റ് ഡിസൈൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വൈവിധ്യങ്ങളായിട്ടുള്ള ഡിസൈൻ ഓപ്പർച്യൂണിറ്റി, ആനിമേഷൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ എത്ര പേർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി അറിയാം? ഐസറും നൈസറും IISc ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് എത്ര പേർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ വളരെ ഗൗരവതരമായിട്ട് പറയുന്നതാണ്, വലുതാകുമ്പോൾ എനിക്കൊരു നാസയിൽ ജോലി ചെയ്യണം, ISROയിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പിൽ എനിക്ക് യാത്ര ചെയ്യണം. നമുക്ക് എത്ര പേർക്ക് അതിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റും? IISc പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റി നമുക്ക് പറയാനറിയാം. നമുക്ക് ചെരുപ്പുണ്ടാക്കുന്ന പഠിപ്പിക്കാൻ ഒരു ദേശീയ സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ട്, ഫുഡ് ആൻഡ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചെരുപ്പായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ലെതറിന്റെ പ്രോസസ്സിങ്, അതിന്റെ ഡിസൈനിങ്, അതിന്റെ മാർക്കറ്റിംഗ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഫുഡ് ആൻഡ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഫാഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്, നിഫ്റ്റ് എന്ന് പറഞ്ഞു. ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വലിയ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലുണ്ട്, പൂനെയിലുണ്ട്. കൊൽക്കത്തയിലുള്ള സത്യജിത് റേയുടെ പേരിലുള്ളതാണ്, പൂനെയിലുള്ളത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, അവിടെ അഭിനയം മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അവിടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, തിരക്കഥ, അവിടെ ഡിറക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്, സംവിധാനം പഠിപ്പിക്കുന്നു, അവിടെ സിനിമാറ്റോഗ്രഫി പഠിപ്പിക്കുന്നു, ഛായാഗ്രഹണം പഠിപ്പിക്കുന്നു, അവിടെ ആനിമേഷൻ പഠിപ്പിക്കുന്നു, അവിടെ ഇതിനേക്കാൾ ഉപരി ശബ്ദമിശ്രണം, സൗണ്ട് മിക്സിംഗ്. റസൂൽ പൂക്കുറ്റി നമ്മൾ കേട്ടിട്ടുള്ള വലിയ ശബ്ദ കലാകാരനാണ്. ഞാൻ പറഞ്ഞത് അത്തരം സ്ഥാപനങ്ങളെ നമുക്ക് എത്ര പേർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും? ടീച്ചർ ആവാൻ RI റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈ രാജ്യത്ത് ഏറ്റവും മികവിന്റെ അധ്യാപക പരിശീലന സ്ഥാപനങ്ങളാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഈ പറയുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. 4 സ്ഥാപനങ്ങളുണ്ട്. ടാറ്റ ബിർള പോലുള്ള സ്ഥാപനങ്ങൾ ഈ രാജ്യത്തെ മികവുറ്റ വിദ്യാർത്ഥികൾക്കായി സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നു 100% റീഇംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പോട് കൂടി. ടാറ്റയുടെ സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്. സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പോലുള്ള സബ്ജക്ട് കൈകാര്യം ചെയ്യാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്. ബിർളയ്ക്ക് സ്ഥാപനമുണ്ട്. ഐഡിയ ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിർള വാൻഹ്യൂസൺ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ ബിലോങ് ചെയ്യുന്ന ബിർളയ്ക്ക് ഈ രാജ്യത്ത് മികവിന്റെ പര്യായമായിട്ടുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഉണ്ട്. MSc പഠിക്കാൻ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ പഠിക്കാൻ വലിയ സാധ്യതയുള്ള സ്ഥലമുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ എന്ന് പറയില്ല, ഈ പതിറ്റാണ്ടിന്റെ ഏറ്റവും വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഡാറ്റ സയൻസ്. ഡാറ്റ സയൻസ് പഠിക്കാൻ ഈ രാജ്യത്ത് ഏറ്റവും മികവുറ്റ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ IFLU പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. IFLU ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ തെലങ്കാനയിലാണ്. ബിറ്റ്സ് ഹൈദരാബാദിലുണ്ട്, രാജസ്ഥാനിലെ പിലാനിയിലുണ്ട്, ഗോവയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സ്ഥാപനങ്ങൾ, എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ, IIT പോലുള്ള NIT പോലുള്ള സ്ഥാപനങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ആ മേഖലകളെ പറ്റി കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നീറ്റ് പോലുള്ള ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അവർക്ക് അവരുടെ സാധ്യതക്കനുസരിച്ച് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളെ പറ്റി ഇപ്പോൾ ഒരു സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് റിസർവേഷൻ കാറ്റഗറി അവർക്കുണ്ട്. റിസർവേഷനിൽ നമുക്കറിയാം കൺവെൻഷനലി OBC OEC SC ST റിസർവേഷൻ ഉണ്ട്. 2020 മുതൽ നമ്മുടെ നാട്ടിൽ EWS റിസർവേഷൻ ഉണ്ട്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്, പിന്നോക്കാരെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് EWS സ്കോളർഷിപ്പ് ഉണ്ട്. നമ്മളിൽ എത്ര അധ്യാപകർക്ക് EWS സ്കോളർഷിപ്പ് +2 ശേഷം ഒരു കുട്ടിക്ക് അവൈൽ ചെയ്താൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടിക്ക് അവൈൽ ചെയ്താൽ, EWS സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്താൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംവരണങ്ങളില്ലാത്ത സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ അഡ്മിഷൻ സാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, കേരള ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, അത്തരം എക്സാമിനേഷൻസിൽ വലിയ പ്രിവിലേജോടുകൂടി 10% റിസർവേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പ്രൊവിഷനുള്ള EWS കാറ്റഗറി ഉണ്ട്. മൈനോറിറ്റി വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിൽ മൈനോറിറ്റി ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സിഖ് കമ്മ്യൂണിറ്റി, ജൈൻ കമ്മ്യൂണിറ്റി, പാഴ്സി കമ്മ്യൂണിറ്റി, ഒപ്പം തന്നെ ബുദ്ധ കമ്മ്യൂണിറ്റി, 6 കമ്മ്യൂണിറ്റികളുണ്ട്. ഈ കമ്മ്യൂണിറ്റികൾക്ക് പ്രിവിലേജ് ആയിട്ടുള്ള മൈനോറിറ്റി സ്കോളർഷിപ്പുകളുണ്ട്. 20 ലക്ഷം രൂപ വരെ അബ്രോഡ് സ്റ്റഡീസിന് കിട്ടാവുന്ന സ്കോളർഷിപ്പ്, മൈനോറിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്.
മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ മുമ്പുള്ള അക്കാദമിക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സ്കോളർഷിപ്പ്. വേറെ ടെസ്റ്റുകളൊന്നുമില്ല മൈനോറിറ്റിക്ക്. EWSന് വേറെ ടെസ്റ്റുകളൊന്നുമില്ല. EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 10% ഏത് മുന്നോക്ക വിഭാഗത്തിലെ ജാതി ആയിക്കോട്ടെ, നായരോ നമ്പൂരിയോ ക്രിസ്ത്യാനിയോ ഏത് മുന്നോക്ക വിഭാഗങ്ങളുടെ ജാതി ആയിക്കൊള്ളട്ടെ, അവർക്കൊക്കെ EWS സർട്ടിഫിക്കറ്റ് കിട്ടി അതിന്റെ പ്രിവിലേജ് 10% റിസർവേഷൻ പ്രിവെയിൽ ചെയ്യാനുള്ള സാധ്യതകളും. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സാധ്യതകളെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അതിന്റെ ഏറ്റവും പ്രയോക്താക്കളായിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം. നമ്മളാണ് അത് പ്രിവിലേജഡ് ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കൺവെൻഷനലായിട്ടുള്ള ഒരു, ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിലെ ജോലിയെ പറ്റി പറഞ്ഞു, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ എത്ര പേര് കുട്ടികളുടെ പത്രവായനയെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്? എങ്ങനെയാണ് കുട്ടിക്ക് കണ്ടന്റ് ഉണ്ടാവുന്നത്? ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കുട്ടി ഒരു ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു കുട്ടി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് കുട്ടിക്ക് അതിനെപ്പറ്റി പ്രാഥമികമായിട്ടുള്ള ഐഡിയ ഉണ്ടാവുന്നത്? പത്രം വായിക്കണം. വെറുതെ പത്രം വായിച്ചാൽ പോരാ, പത്രത്തിലെ കണ്ടന്റ് ഉള്ള പത്രം അല്ലെങ്കിൽ അതിന്റെ എഡിറ്റോറിയൽ പേജ് വായിക്കണം. എഡിറ്റോറിയൽ പേജുമായിട്ട് ബന്ധപ്പെട്ട് വിദഗ്ധർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വായിക്കണം. ആ ലേഖനങ്ങളിൽ അവർക്ക് അത്യാവശ്യം വേണ്ട നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ആ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് മറ്റൊരാവശ്യം വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. പുതിയ വാക്കുകൾ പഠിക്കണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കണം, അതിന്റെ ഭാഷാശുദ്ധി പഠിക്കണം, അതിന്റെ പ്രയോഗം പഠിക്കണം. അത് മലയാളം പഠിക്കണം, ഒപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കണം. നമ്മുടെ കുട്ടികൾ എത്ര പേർ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നുണ്ട്? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷ് പത്രം വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആഴ്ചയിൽ ഒരു വാക്ക് അവരോട് പഠിക്കാൻ പറയണം. ആ വെറുതെ വാക്ക് ശശി തരൂർ പറയുന്ന പോലെ ബ്രഹ്മാണ്ഡം നീളത്തിലുള്ള വാക്കൊന്നും അവർ പഠിക്കണ്ട. അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന, ആഴ്ചയിൽ അവർക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു പുതിയ വാക്ക് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കണം. നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന 8ാം ക്ലാസ്സിലാണെങ്കിൽ അവരുടെ മുന്നിൽ 5-8 വർഷങ്ങളുണ്ട്. 8 വർഷങ്ങൾ കൊണ്ട് ഒരു കുട്ടി ആഴ്ചയിൽ ഒരു വാക്ക് വീതം പഠിച്ചാൽ 400 പുതിയ മലയാളം വാക്കും 400 പുതിയ ഇംഗ്ലീഷ് വാക്കും കുട്ടി പഠിക്കും. നിലവിലുള്ള വൊക്കാബുലറിക്ക് പുറമെ +400 എന്ന് പറയുന്ന വൊക്കാബുലറി ആകുമ്പോൾ ആ കുട്ടിക്ക് തന്റെ ജീവിതത്തിൽ മുഴുവൻ സമയം എക്സൽ ചെയ്യാൻ പറ്റാവുന്ന ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒപ്പം തന്നെ പ്രയോഗ ശൈലിയും ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ, കരിയർ ഓറിയന്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സർക്കാർ മേഖലയിലേക്ക് കരിയർ ഓറിയന്റേഷൻ വേണം. ഒപ്പം തന്നെ സ്വകാര്യ മേഖലകളിൽ അവർക്ക് എക്സലൻസ് ഉള്ള ഓറിയന്റേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഓറിയന്റേഷൻ ആണ് ആസ് എ ടീച്ചർ നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിപ്പിക്കുക എന്നതോ, അല്ലെങ്കിൽ +2-ൽ ഫുൾ A+ വാങ്ങിപ്പിക്കുക എന്നുള്ളതോ, 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ആരും തോൽക്കാത്ത ഒരു സ്റ്റാൻഡേർഡുകളിൽ കുട്ടിയെ പഠിപ്പിച്ച് അതിന്റെ മികവ് ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നതോ, അല്ലെങ്കിൽ കോളേജിൽ കുട്ടികൾ പഠിച്ച് അതിന്റെ ക്രെഡിബിലിറ്റി ഞങ്ങൾ അവകാശപ്പെടുന്നതോ ഒന്നുമല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തി, അവരുടെ കപ്പാസിറ്റി കണ്ടെത്തി, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് എബിലിറ്റി കണ്ടെത്തി, അവരിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, അവരിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത്, അവരിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത്, അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് അവരെ വ്യാപരിക്കാൻ, അവരെ പര്യാപ്തരാക്കുക, ചിറകുകൾ ഉള്ള ആളുകളായിട്ട് അവരെ പറപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം. അല്ലാതെ ഫിസിക്സ് പഠിപ്പിച്ച്, കെമിസ്ട്രി പഠിപ്പിച്ച്, സുവോളജി പഠിപ്പിച്ച്, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം പഠിപ്പിച്ച്, പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിച്ച് മാത്രം ഒതുങ്ങി കൂടേണ്ടവരല്ല അധ്യാപകർ. അതിനപ്പുറത്തേക്ക് അവരുടെ കപ്പാസിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു പൊതുപ്രവർത്തകനുണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ഒരു റിസർച്ചർ ഉണ്ട്. ആ ഒരു തലത്തിലേക്ക് കുട്ടിയെ വളർത്തുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിനാണ് നമ്മളൊക്കെ അധ്യാപകരായിരിക്കേണ്ടത്. പഴയ രീതിയിലുള്ള അധ്യാപന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന അത്തരം ഒരു ശൈലിയാണ്. ആ ശൈലിയിലേക്ക് എത്തുക എന്നതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ ഇസാഫ് ഫൗണ്ടേഷൻ ഒക്കെ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യം വെക്കുന്ന സാധ്യതകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ, നമ്മുടെ പൊതുസമൂഹത്തെ എത്തിക്കാൻ, നമ്മുടെ മാതാപിതാക്കളെ എത്തിക്കാൻ, അത്തരം ശൈലിയിലേക്ക് പൊതുസമൂഹത്തിൽ ഭാഗമായി നിന്നുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ, വ്യത്യസ്തവും വ്യതിരിക്തമായിട്ടുള്ള ശൈലികളിൽ അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്താനുള്ള ദൗത്യമാണ് അധ്യാപകർ എന്നതിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടത്. അതാണ് ഞാൻ സത്യം പറഞ്ഞ ഈ 1 മണിക്കൂർ നേരം നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ സംസാരിച്ചു തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂറായി. ഞാൻ 7:10 മുതലാണ്, 7:12 മുതലാണ് കരിയർ പോലെ വെറും ശമ്പളം വാങ്ങി വീട്ടിൽ വരുന്ന
അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മിഷനാണ്, ഒരു ഒരു ദൈവവിളിയായിട്ടാണ് ഞാൻ ഈ ടീച്ചിങ്ങിനെ കാണുക. അത് ഒരു കുട്ടിയെ ഏറ്റവും മികവുറ്റ ഒരു വിദ്യാർത്ഥിയാക്കുക എന്നതിനപ്പുറത്ത് ആ കുട്ടിയെ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാക്കുക, നല്ലവനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാക്കുക, ഈ സമൂഹം ആദരിക്കുന്ന അംഗീകരിക്കുന്ന വിദ്യാർത്ഥിയാക്കുക എന്നതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിനെ കുട്ടിയെ മോൾഡ് ചെയ്യുക എന്നതായിരിക്കും നമ്മുടെ ദൗത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടി സുബോധത്തിൽ എത്രയോ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടി എന്ന് പറയുന്നത് ഭൂരിഭാഗം സമയം ഉറങ്ങാണ്. വളരെ കുറച്ച് സമയമാണ് കുട്ടി വീട്ടിൽ വീട്ടുകാരുടെ കൂടെ ഇരിക്കുന്നത്. ഭൂരിഭാഗം സമയവും രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം ഒരു 4:30 മണി വരെ നമ്മുടെ അടുത്താണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ. അത് ഏത് അധ്യാപകനാണെങ്കിലും ഒരു അധ്യാപകന്റെ മുന്നിലാണ് കുട്ടിയുള്ളത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അത്രയും അധികം കുട്ടികളെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും അവരെ യഥാർത്ഥത്തിൽ കരിയർ ഓറിയന്റഡ് ആയിട്ട് മോൾഡ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരുപക്ഷെ അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അവർ റിസൾട്ട് മോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അവർ അക്കാദമിക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഗുണപരം തന്നെ, അതൊന്നും ഒരു മോശമായിട്ടുള്ള കാര്യമില്ല. അതിന്റെ കൂടെ തന്നെ എത്രയോ, നിങ്ങൾ വെറുതെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുട്ടികളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുക്കും. കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഒരു കണക്കെടുക്കും. കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏറ്റവും ടോപ്പറായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത 5 പേരുടെ ലിസ്റ്റ് എടുക്കും. അപ്പോൾ ഒരു 50 പേര് കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റിൽ 50 പേരിൽ എത്ര പേര് എക്സലൻസോട് കൂടി ഇന്ന് പൊതുസമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള ജോലി സാധ്യതകൾ ചെയ്യുന്നുണ്ട്? വെറുതെ ഒന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഉത്തരം ആ 50 പേരിൽ 40 പേരും മികവുറ്റ കരിയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കരിയർ എക്സ്പെർട്ടായി നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ, കരിയർ ഗുരുവായിട്ട് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇനി നേരെ മറിച്ച് അതിൽ പകുതിയിലേറെ പോലും കരിയറിലെ അവർക്കൊരു എക്സലൻസ് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കൂടി, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹത്തിന്റെ കൂടി പരിമിതിയാണ്. ആ പരിമിതിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാവല്ല വേണ്ടത്. ആ പരിമിതിയുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കണം. അടുത്ത തലമുറയിൽ മികവുറ്റ വിദ്യാർത്ഥികൾ നമുക്കുണ്ടാവണം. ഏറ്റവും മികവുറ്റ കരിയർ കട്ടിപ്പടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ പരിശീലിപ്പിക്കണം. അങ്ങനെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന പരിശീലകരാവുക എന്നതാണ് നമ്മുടെ ദൗത്യം. അവരെ കരിയറിലേക്ക് കൈപിടിച്ച് നടത്തുന്ന, അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന, അക്കാദമിക നിലവാരത്തോടൊപ്പം തന്നെ അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി എക്സാക്ട്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ആ ചലഞ്ചാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അടുത്തൊരു 5 മിനിറ്റ് സമയം ഞാൻ നിങ്ങളോട് പറയാം. കൃത്യം 1 മണിക്കൂറിൽ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്നുള്ളത് അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ളത് ഒരു മിഷനാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷനാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടണം, ഒരു സമൂഹം രക്ഷപ്പെടണം, ഈ രാജ്യം രക്ഷപ്പെടണം. ഈ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉളവാക്കുന്ന ശാസ്ത്രജ്ഞർ നമുക്ക് വേണം. ഈ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉളവാക്കുന്ന ഓൺട്രപ്രണേഴ്സ് നമുക്ക് വേണം. ഈ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉളവാക്കുന്ന വൈവിധ്യമാർന്ന മേഖലകളിലുള്ള ആളുകൾ നമുക്ക് വേണം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ മേഖലകളിലും വൈവിധ്യമാർന്ന കഴിവുണ്ടാവുന്ന അല്ലെങ്കിൽ വൈവിധ്യമാർന്ന കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നമുക്കുണ്ടാവണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്നെ കഴിഞ്ഞ 1 മണിക്കൂർ നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും സർവാത്മന നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത കുറച്ച് സമയം ആ സംശയം തീർക്കാൻ ഞാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ ചിലപ്പോൾ പര്യാപ്തനായാൽ പറ്റിയെന്നൊന്നും വരില്ല. എങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കാം. ഇനി അത്തരം എന്തെങ്കിലും എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്ത് നിങ്ങളുടെ ശ്രീജിത്ത് സാറിനെയോ വിൻ സാറിനെയോ അറിയിക്കാൻ ഞാൻ ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു ഡെയ്സൺ. ഇപ്പം ഈ ഒരു സമയം ഫ്ലോറിന് ഓപ്പൺ ആണ്. നമ്മളിപ്പോൾ കേട്ട സെഷനുകൾ വെളിച്ചത്തിലോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സമയമാണ്. നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റും. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങളോ താങ്ക് യു ഒക്കെ വരുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. ഞാൻ എന്തെങ്കിലും ഒരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഒരു ആരെങ്കിലും 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അമിൻ നമുക്ക് ഒരു ഫോർമലായിട്ട് നന്ദി. ഡെയ്സൺ, ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാനായിട്ട് പറ്റും.
അവർക്ക് അവരുടെ ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ പറയാൻ പറയൂ വിൻ സാറേ. മീൻസ് ഒന്നോ ചോദ്യങ്ങളൊക്കെ രണ്ടോ പാർട്ടിസിപ്പൻസ് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കമന്റ് ബോക്സിൽ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. എല്ലാവർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കമന്റ് ബോക്സിൽ ഇട്ടോളം പറഞ്ഞത്. ഒന്നോ രണ്ടോ പേർക്ക് പറയാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഒരു 10 സെക്കൻഡ് എടുത്ത് 15 സെക്കൻഡ് എടുത്ത് പറയാമല്ലോ. സംസാരിക്കാനുള്ള മടിയായിരിക്കാം. റേസൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഫോർമലായിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് മെസ്സേജസ് നിങ്ങൾക്ക് അയക്കാം. ഡേസൻ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഈ ഒരു എന്തുകൊണ്ട് ചലഞ്ച് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഈ പറയുന്ന പോലെ കുട്ടികളെ ഒരു കരിയർ പെർസ്പെക്റ്റീവില് നമുക്ക് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ മെന്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടികൾക്കുള്ള അനന്ത സാധ്യതകൾ നമ്മൾ പഠിച്ച കാലത്തേക്കാളും ഒത്തിരി സാധ്യതകൾ അവർക്കുണ്ട് എന്നുള്ളതും ആ സാധ്യതകളെ കുറിച്ച് നമ്മൾ അത്ര അങ്ങ് നമുക്കറിയാം, പക്ഷെ എന്നാലും വേറൊരാളെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രാവീണ്യരല്ല എന്നുള്ളതും കൊണ്ടും കൂടിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ഈ സീരീസുകൾ, നമ്മുടെ ഈ ഓൺലൈൻ സീരീസുകളും നമ്മുടെ പറ്റുമെങ്കിൽ ഓഫ്ലൈൻ സീരീസുകളൊക്കെ നമ്മളെ ഇതിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഈ ഫീൽഡിൽ ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേസിനെ പോലെയുള്ള ആൾക്കാരെ ഒന്ന് കേൾക്കുവാനും അതിൽ നിന്ന് നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ മെന്റർ ചെയ്യാനായിട്ട് ഉള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് ഈ ഇത്തരത്തിലുള്ള സെഷൻസ് നമുക്ക് ഇനിയും തുടരാം. ഇന്ന് കേട്ട ഇന്ന് സംബന്ധിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഇസ ഫൗണ്ടേഷന്റെ പേരിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് സെഷൻ എടുത്ത ഡേസിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഔദ്യോഗികമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് മറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. അടുത്ത ഒരു സെഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അനൗൺസ് ചെയ്യും. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് സ്പോർട്സിന്റെ ഇമ്പോർട്ടൻസ്, ഒരു ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും തമ്മിലുള്ള ബന്ധം പറയുന്ന രീതിയിൽ സെബാസ്റ്റ്യൻ ആന്റണി സാറ് ഇപ്പോൾ ഒമാനിലാണ് നമ്മുടെ ഒരു ടീമിന്റെ കൂടെ പോയിരിക്കുകയാണ്, കേരള ടീമിന്റെ കൂടെ. സാറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വി വിൽ ബി പ്ലാനിങ് ദ നെക്സ്റ്റ് സെഷൻ വിത്ത് സെബാസ്റ്റ്യൻ ആന്റണി സർ. സോ സൂൺ ഹി മേ ഡിസ്ക്ലോസ് ദ ഡേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സാറിന്റെ ശ്രമിക്കാം. സോ താങ്ക് യു, നന്ദി, നമസ്കാരം.